കഴിഞ്ഞ ഒരു ദിവസം ഏതാണ്ട് 5 മണിക്കൂറിലധികം സമയമാണ് കെ അണ്ണാമലൈ എന്ന BJPയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ചെലവഴിച്ചത്. കാടിളക്കിയ ഒരു പ്രചാരണ പരിപാടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇവിടെ നടത്തുകയുണ്ടായി. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ് ജനതയ്ക്ക് വലിയൊരു ശതമാനം വോട്ട് വിഹിതം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിൽ ഏതാണ്ട് 80% വോട്ട് തങ്ങൾക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതിനോടകം വിലയിരുത്തിയിട്ടുള്ളത്. NDAയുടെ സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ അദ്ദേഹം വളരെ വൈകിയാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി എത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡബിൾ എഞ്ചിൻ പ്രചാരണ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ഏതായാലും ഇരു മുന്നണികൾക്കും BJP ഇവിടെ വലിയ വെല്ലുവിളിയായി മാറുമെന്നാണ് സംസ്ഥാന നേതൃത്വം ആണയിട്ട് പറയുന്നത്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ കൊല്ലത്തെത്തിയത്. തുടർന്ന് അദ്ദേഹം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ തമിഴ് ജനതയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളെ നേരിൽ കണ്ടു. കൂടിക്കാഴ്ചയിലൂടെ ഈ വിഭാഗത്തിലെ മുഴുവൻ വോട്ടും NDAക്ക് ഉറപ്പിക്കാൻ സാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. അണ്ണാമലൈ കൊല്ലത്ത് നടത്തിയ റോഡ് ഷോയും NDAക്ക് ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കെ അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ കളമൊരുക്കാൻ അണ്ണാമലൈ ഇന്നലെ പരമാവധി ശ്രമിച്ചു. കൊല്ലം മണ്ഡലത്തിലെ പുനലൂർ, ചടയമംഗലം നിയമസഭാ മണ്ഡലങ്ങളിലാണ് തമിഴ് ജനതയ്ക്ക് വോട്ടുള്ളത്. അണ്ണാമലൈയുടെ റോഡ് ഷോ ഈ വോട്ടുകളെ തങ്ങളിലേക്ക് എത്തിക്കുമെന്ന് G. കൃഷ്ണകുമാർ പറയുന്നു. കാരണം അണ്ണാമലൈ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രധാന നേതാക്കളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനറാണ്. അദ്ദേഹം ആകർഷിക്കുന്ന പോലെ വേറെ ആർക്കും ഇന്ന് ഇന്ത്യയിൽ ആകർഷിക്കാൻ പറ്റില്ല, സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും. പുള്ളിയൊക്കെ സംസാരിക്കുന്ന കൃത്യമാണ്, ആ രാഷ്ട്രീയ ഭാഷ കൃത്യമായിട്ട്. കാരണം വലിയൊരു പോലീസ് സേനയെ നയിച്ചൊരു വ്യക്തിയാണ്. ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് അറിയാം, എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാം. ഇനി ഞങ്ങൾ തമ്മിൽ നേരത്തെ ഉള്ള സൗഹൃദം കിടക്കുന്നു, അതുകൊണ്ടാണ് വിളിച്ചു. എന്ന് മാത്രം പറയില്ല, സൗഹൃദം കൊണ്ട് നമ്മൾ വിളിക്കാൻ അവസരം കിട്ടുന്നു. പക്ഷെ അതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കും ഒരു പ്രയോറിറ്റി കിട്ടി. അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം പോയത് എനിക്കൊന്ന് ഇന്നലെ പാലക്കാട് പോയി തോന്നുന്നു, അവിടെ നിന്ന് വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് തോന്നുന്നു. അങ്ങനെയില്ല, പാർട്ടി ആക്ച്വലി എല്ലാവരെയും കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമന്ത്രി അമിത്ഷാജി ഇവരൊക്കെ ഒരു വിഭാഗം വേറെ ഇങ്ങനെ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സൗത്തിലോട്ട് പ്രത്യേകിച്ച് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തു, മോഡിക്ക് നേരിട്ടു. അതിൻ്റെ ഭാഗമാണ് എല്ലാവരും. കൊല്ലത്തെ ഇപ്പോൾ നിലവിലൊരു സാഹചര്യം എങ്ങനെയുണ്ട്? ഒരു വിജയത്തിലേക്ക് പോകുന്നുണ്ടോ? കാരണം ഇതിനകത്ത് നമുക്ക് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ജയിക്കാനാണ് ആഗ്രഹം. ജയിക്കുന്നുള്ള ഫീൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും, അത് വേറൊരു സത്യാവസ്ഥ. പക്ഷേ കൊല്ലത്ത് BJPയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണയൊക്കെ 1 ലക്ഷം വോട്ട് മാത്രം കിട്ടിയിട്ട് പാർട്ടി. പ്രധാന എതിരാളിയായ പ്രേമചന്ദ്രൻ 5 ലക്ഷം, 4 ലക്ഷം വ്യത്യാസമുള്ളൊരു സ്ഥലത്ത്, ആർക്കൊരു സാധ്യത പോലും കൽപ്പിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് അസാധ്യമെന്ന് വിചാരിച്ചെടുത്താണ് നമ്മളിന്ന് വിജയത്തിലോട്ട് നീങ്ങുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം ഇരു മുന്നണികളും തന്നെയാണ് ഇതുവരെ ഒന്നും ചെയ്തില്ല. വോട്ടേഴ്സിനൊരു ഓപ്ഷൻ പോലും ഇതുവരെ ഇല്ലായിരുന്നു. ഇന്ന് അവർക്ക് ഭാരതീയ ജനതാ പാർട്ടി കറക്റ്റ് കാൽക്കുലേറ്റ് സ്ഥാനാർത്ഥി അയച്ചിരിക്കുന്ന ഒരു എക്സലൻ്റ് ഓപ്ഷൻ കിട്ടിയിരിക്കുന്നു. ജനം പറയുന്നതാണ്, ഇത് ഞാൻ സ്വയം പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇരു കൂട്ടറുള്ള വെറുപ്പ്, ഇരു മുന്നണിയിൽ നിന്നും വോട്ട് വരും. ഇതാണ് സംഭവിക്കുന്നത്. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളുടെ ഒരു സെക്കൻഡ് നമ്മൾ വോട്ട് ചോദിച്ചു പോകുന്ന വീടുകളിൽ പ്രത്യേകിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിയത് കടപ്പുറം മേഖല. ഇവിടെ അടുത്ത് തന്നെ വാടി കടപ്പുറം. സാധാരണ നമ്മളൊക്കെ വിചാരിച്ചെന്താ അവിടെ നമുക്ക് വോട്ടേ കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും വോട്ടില്ലാത്ത മേഖലകളിൽ പോയി വർക്ക് ചെയ്യുക. മറ്റു വോട്ട് കൺഫേംഡ് ആണ്, അവിടെ നമ്മൾ കുറയ്ക്കുക, വോട്ടില്ലാത്തടത്ത് കൂട്ടുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കെതിരായിരുന്നു, പക്ഷെ ഞങ്ങളുടെ ഈ ആയസിൽ ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ കുറച്ച് നേട്ടങ്ങൾ, ഈ ആയസിനകത്ത് നരേന്ദ്രമോദി എന്നാ വെളിയിരിക്കുന്ന പൈപ്പില്ലേ ജൽജീവൻ്റെ, ഞങ്ങൾക്ക് വെള്ളം കിട്ടുക, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുക, ഓരോന്നായിട്ട് ഇവരിങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ദൈവവിശ്വാസികളാണ്, ഞങ്ങൾക്ക് ചതിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ്, ഞങ്ങൾക്കറിയാം ആര് തന്നു, അതുകൊണ്ട് നിങ്ങൾക്കാ വോട്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ. ഇതാണ് മാറ്റം എന്ന് പറയുന്നത്. കാരണം നന്മ ചെയ്ത് അത് വാങ്ങിയവരത് അക്സെപ്റ്റ് ചെയ്ത് ഉപകാരസ്മരണയോട് നമ്മുടെ അടുത്ത് പറയുന്നു, ഇത്തവണ ഞങ്ങൾ മാറി ചിന്തിക്കും. അവിടെയാണ് ഈ M. മുകേഷ് എന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ച സ്ഥലമാണ് സാർ പറയുന്ന സ്ഥലം ഓക്കി സമയത്ത്. കാരണം നമ്മളൊരു കാര്യം ചെയ്യണം, ഇവരൊക്കെ ഈ സാധു ജനങ്ങൾ നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്, ചന്ദ്രനെ പിടിച്ചിടണമെന്നല്ല, വളരെ ചെറിയ അവരുടെ ജീവിതത്തിലെ ബേസിക് നീഡ്സ് അതേ അവർ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. വീടിൻ്റെ കാര്യം പറയുന്നു, വീട് കൊടുക്കാൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയുണ്ട്, ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്നു. ഓരോ കാരണങ്ങൾ നമ്മൾ ഓർക്കണം. ആയുഷ് കാർഡ് എന്ന് പറഞ്ഞ് പല ആശുപത്രികളിലും ചികിത്സ കൊടുക്കാതെ നിഷേധിക്കുന്നു. ഈ കാർഡ് ഉണ്ടായിട്ടും എന്തിനാണ്? നരേന്ദ്രമോദി കൊടുക്കുന്ന പദ്ധതി അത് ആൾക്കാർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പേര് അദ്ദേഹത്തിന് പോകുമോ, BJPക്ക് പോകുമോ എന്ന് ഭയന്നിട്ടാണ് ഈ തടയുന്നത്. അതിക്രൂരമായ തെറ്റാണ് ഈ ചെയ്യുന്നത്. പക്ഷെ ഇത് മാറി വരും.
ജനമനസ്സുകളിൽ ഇത് കയറിക്കഴിഞ്ഞു. ഇതിൻ്റെ റിയാക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇലക്ഷനിൽ വരാൻ പോകുന്നത്. എത്ര % വോട്ടാണ് സ്വിങ് ചെയ്യാൻ പോകുന്നത് ആർക്കും അറിയുന്നില്ല. അടിവഴി കളക്കാൻ സംവിധാനമില്ല നമുക്ക്. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതോടെ സ്ത്രീകളുടെ വലിയ പിന്തുണ NDAക്ക് ലഭിക്കുന്നുണ്ടെന്ന് നേതാക്കൾ പറയുന്നു. സ്ഥാനാർത്ഥി എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമാണ് കാണുന്നത്. വിജയപ്രതീക്ഷ മാത്രമല്ല, വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ട്. ദേശീയതയിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ദേശീയതയിൽ എത്താനുള്ള കാരണം ഞങ്ങളുടെ കല്ലുവാതൊക്കെ പഞ്ചായത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളാണ്. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തുള്ള അഴിമതികൾ, അടുത്ത ഭരണം ഇടതുവശം വരുമ്പോൾ അവർ മൂടിവെക്കും. അവർ ഭരിക്കുന്ന അഴിമതികളെല്ലാം വലതുവശം വരുമ്പോൾ മൂടിവെക്കും. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പോരാ, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം നിന്നാലേ ഒന്ന് ശരിയാവുള്ളൂ എന്ന് തോന്നി. അതുകൊണ്ട് മാറി ചിന്തിച്ചതാണ്. ഈ വെയിലൊക്കെ അതുകൊണ്ട് കൊള്ളുകയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് വന്നതുകൊണ്ട് പ്രചോദനം കൊണ്ട് ഇനി 10 പേര് വന്ന് 10 പേരുടെ വോട്ട് കൂടുതൽ കിട്ടിയാൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയല്ലേ. പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിലെ കൃഷ്ണകുമാർജി ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇറങ്ങിയിരിക്കുന്നത്. ജയിക്കുന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും അത് നല്ല ആത്മവിശ്വാസത്തിലാണ്. കാരണം ഏറ്റവും ഒടുവിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. അതിനുശേഷം എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ച് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എന്നാലും ഉള്ള സമയം കൊണ്ട് എല്ലാവരും മാറി ചിന്തിക്കണം, നല്ലതുപോലെ പ്രവർത്തിക്കണം, നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ. കൊല്ലത്തെ പ്രചാരണം അങ്ങനെ കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകർ അവർ അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നു. എണ്ണയിട്ട യന്ത്രം പോലെയാണ് കൊല്ലത്ത് പ്രവർത്തനം നടത്തുന്നത്. ഇരു മുന്നണികൾക്കും അവർ വെല്ലുവിളി ഉയർത്തുമെന്ന് നേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരും ഒക്കെ തന്നെ ആവർത്തിച്ച് പറയുകയാണ്. ക്യാമറമാൻ പ്രണവിനൊപ്പം R. ശ്യാംബാബു, മീഡിയ മലയാളം.